അമേരിക്ക ഇപ്പോൾ ഇറാന്റെ പിറകെ ബിസിയാണ്. ഇറാനെ ഏത് വിധേനയും തകർക്കുക, ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുക, ഇറാനെ മുട്ടുകുത്തിക്കുക, GCC രാജ്യങ്ങളെല്ലാം രക്ഷിക്കുക എന്നുള്ള ദൗത്യം അമേരിക്ക ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലോകം മുഴുവൻ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പോലും ഹോട്ടലുകളെല്ലാം അടച്ചിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ നമ്മളാരും അറിയാതെ നടക്കുന്ന മറ്റൊരു വലിയ യുദ്ധകാഹളമുണ്ട് എന്നുള്ളതാണ്. അത് ചൈനയും തായ്വാനും തമ്മിലുള്ളതാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി തായ്വാന് ചുറ്റും 29 വാർഷിപ്പുകളാണ് ചൈന കൊണ്ട് നിരത്തിയിട്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും തായ്വാനെ ചൈന ആക്രമിച്ചേക്കാം എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന് ചൈന പറയുമ്പോഴും ചൈനയെ തായ്വാനെ തൊടാൻ അനുവദിക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അമേരിക്ക തായ്വാനെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ 90% സെമി കണ്ടക്ടറുകളും AI ചിപ്പുകൾ അടക്കമുള്ളവയും തായ്വാനിൽ വലിയ രീതിയിൽ നിർമ്മിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അമേരിക്കയ്ക്കടക്കം ഇത് വലിയ രീതിയിൽ ആവശ്യമുണ്ട്. തായ്വാനെ എങ്ങാനും ഇപ്പോൾ ചൈന ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയിലെ പല കമ്പനികളും പൂട്ടിപ്പോകുമെന്നുള്ളതാണ്. കാരണം ഈ സെമി കണ്ടക്ടറുകളും ചിപ്പുകളും അടക്കം അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഐഫോൺ അടക്കമുള്ള കമ്പനികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തായ്വാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം ആപ്പിൾ കമ്പനി പ്രതിസന്ധിയിലാവും, അവർ പൂട്ടും എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആകും, ലോകം വലിയ പ്രതിസന്ധിയിൽ പോകും, പിന്നീട് ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോലും അത് പോയേക്കാം. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ബിസിയായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തായ്വാനെ തൊടാനായി ചൈന തുനിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ തായ്വാനെ തൊടാനായി ചൈന തുനിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഉത്തര കൊറിയയും അതിൻ്റെ ഇപ്പുറത്ത് ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ വെറുതെ ഇരിക്കുമോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷം ഇപ്പോൾ ദക്ഷിണ ഏഷ്യയിലേക്കും വ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ചൈന തായ്വാനെ തൊടുക തന്നെ ചെയ്യും. കാരണം ഷീ ജിൻപിങ് അയാളുടെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു വാഗ്ദാനമാണ് തായ്വാനെ ഞങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കുമെന്ന് ഉള്ളത്. ഇനി ഇന്ത്യക്ക് ഇതിൽ എന്താണ് റോള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യക്ക് ഇസ്രായേലുമായും ബന്ധമുണ്ട്, ഇറാനുമായും ബന്ധമുണ്ട്. ഇസ്രായേൽ ഇറാനെ അടിക്കുമ്പോൾ ഇറാനിൽ നിന്ന് ഇന്ത്യ ഗ്യാസ് കൊണ്ടുവരുന്നുണ്ട്. വേറെ ആരും അത് കൊണ്ടുപോയില്ലെങ്കിലും ഇന്ത്യ ഗ്യാസ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ തായ്വാനെ ഇപ്പോൾ ചൈന ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പണ്ടുള്ള നിലപാട്, അതായത് ഇന്ത്യ എപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.